ഡൽഹിയിലെ IAS കോച്ചിംഗ് സെന്ററിലുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൽ ഡാൻവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ IAS കോച്ചിംഗ് സെന്ററിൽ ദുരന്തമുണ്ടാകുന്നത്. നെവിൻ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, മൃതദേഹം എത്തിച്ചു. ഏറെ സങ്കടകരമായൊരു അന്തരീക്ഷമാണ്. ബന്ധുക്കളൊക്കെ ഉണ്ടോ? എന്താണ് വിവരം? പൂജ, ഡൽഹിയിലെ സ്വകാര്യ IAS കോച്ചിംഗ് സെൻ്ററിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് മരണപ്പെട്ട തിരുവനന്തപുരം പേയാട് സ്വദേശിയായിട്ടുള്ള നെവിൻ ഡാൽവിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും അതുപോലെ കാട്ടാക്കട MLA ആയിട്ടുള്ള IB സതീഷും ചേർന്നാണ് വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹം ഇപ്പോൾ കാർഗോയ്ക്ക് സമീപമുള്ള ഈ സാധാരണഗതിയിൽ എത്തുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, IB സതീഷും റീത്ത് സമർപ്പിച്ചതിനു ശേഷം കുടുംബാംഗങ്ങൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ എത്തിച്ച ഈ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും നാളെ രാവിലെയോട് കൂടി നെവിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകുക, പേയാടുള്ള വസതിയിലേക്ക് കൊണ്ടുപോവുക. കഴിഞ്ഞ 10 വർഷം മുൻപാണ് നെവിനും അതുപോലെ തന്നെ വീട്ടുകാരുമൊക്കെ തന്നെ ഈ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് താമസം എറണാകുളത്തേക്ക് മാറ്റുന്നത്. ഇതിനുശേഷമാണ് നെവിൻ കഴിഞ്ഞ 8 വർഷം മുൻപ് IAS അക്കാഡമിയിൽ, അതായത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ IAS അക്കാഡമി ആയിട്ടുള്ള റാവുവിലേക്ക് IAS കോച്ചിങ്ങിന് വേണ്ടി പോകുന്നതും അവിടെ നിന്നാണ്. എന്തായാലും ഇപ്പോൾ അവിടെ വെച്ച് മരണം സംഭവിച്ചതിന് ശേഷം നെവിൻ്റെ ഈ ഒരു മൃതദേഹം നേരെ എത്തിക്കാൻ പോകുന്നതും ഇങ്ങോട്ടേക്കാണ്. ഈ തിരുവനന്തപുരം പേയാടുള്ള നെവിൻ്റെ വീട്ടിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. പഠനത്തിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു നെവിൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിഗ്രി പഠനം, ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഡൽഹിയിൽ PG വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിന് പിന്നാലെയാണ് ഈ JNU ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥിയാണ് നെവിൻ. ആ സമയം, അതായത് പഠനത്തോടൊപ്പം തന്നെയാണ് നെവിൻ ഈ IAS കോച്ചിങ്ങും കൊണ്ടുപോയിക്കൊണ്ട് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഡൽഹിയിലുണ്ടായ റാവുസ് അക്കാഡമിയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് നെവിൻ ഡാൽവിന് മരണം സംഭവിക്കുന്നത്. ഈ റാവുസ് കോച്ചിങ് സെൻറ്ററിൻ്റെ ഏറ്റവും അടിയിലത്തെ നിലയിൽ ലൈബ്രറി ആയിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഇത് അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഈ ബേസ്മെൻറ്റ് ഫ്ലോറിൽ ഈ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നതെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനിടെയാണ് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ ഡ്രെയിനേജിൽ നിന്നൊക്കെ തന്നെ വെള്ളം കയറി ഈ ഒരു ഉണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് ഇപ്പോൾ നെവിൻ ഡാൽവിന് ഈ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 2 ദിവസം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ തന്നെ ഇടപെടൽ മൂലം ഈ ഒരു മൃതദേഹം ഇപ്പോൾ ഇത്രയും വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. 11:45 കൂടിയാണ് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഈ നെവിൻ ഡാൽവിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഇവിടെ നിന്ന് ഒരു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമ്പോഴുള്ള സ്വാഭാവികമായ ക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധ ആദരവോടും കൂടി തന്നെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, തിരുവനന്തപുരം ജില്ലയുടെ കൂടി ചുമതലയുള്ള V. ശിവൻകുട്ടി ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങിയത്. അതുപോലെ തന്നെ കാട്ടാക്കട MLA ആയിട്ടുള്ള IB സതീഷും ഈ ഒരു മൃതദേഹം ഏറ്റുവാങ്ങുന്ന സമയത്ത് മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറിയിട്ടുണ്ട്. ഈ മൃതദേഹം ഇവിടെ നിന്ന് ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിച്ച മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇവിടെ നിന്ന് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകുന്നത് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാത്രി മൃതദേഹം സൂക്ഷിക്കുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഇതിനുശേഷമായിരിക്കും ഈ മൃതദേഹം ഇന്ന് ഈ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ച ശേഷമായിരിക്കും നാളെ രാവിലെയോടുകൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പൂജ, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മന്ത്രി മൃതദേഹം ഏറ്റുവാങ്ങി. കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ ഇങ്ങനൊരു അപകടമുണ്ടാകുന്നത്. 3 വിദ്യാർത്ഥികളായിരുന്നു മരിച്ചത്. ഒന്ന് നെവിൻ ഡാൽവിൻ, മറ്റൊന്ന് UP അംബേദ്കർ നഗർ സ്വദേശിനിയായ ശ്രേയ യാദവ്, തെലങ്കാന സ്വദേശിയായ തനിയ സോണി എന്നിവരാണ് മരിച്ച 2 വിദ്യാർത്ഥികൾ. വലിയൊരു അപകടമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടരുകയാണ്. അഴുക്കുചാൽ തകർന്നതോടെ വെള്ളം കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് കുട്ടികൾ അവിടെ കുടുങ്ങിപ്പോകുന്നതും 3 വിദ്യാർത്ഥികൾ, നെവിൽ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾ മരണപ്പെടുകയും ചെയ്തത്. അതിനുശേഷമാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത്. പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ഇന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾ IAS കോച്ചിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, ഇന്ന് സ്വകാര്യ ആശുപത്രി രാത്രിയോടെ സൂക്ഷിക്കുമെന്നാണ് അല്പസമയം മുമ്പ് ജിബിൻ പറഞ്ഞത്. നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതോടെ എപ്പോഴോട് കൂടിയായിരിക്കും സംസ്കാരം? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? പൂജ കഴിഞ്ഞ 10 വർഷം മുമ്പാണ് തിരുവനന്തപുരം പേയാടുള്ള ഇവരുടെ സ്വന്തം സ്ഥലത്തു നിന്ന് ഇവർ താമസം മാറി എറണാകുളത്തേക്ക് പോകുന്നത്. ഈ മരിച്ച നെവിൻ ഡാൽവിൻ്റെ മാതാവ് അവിടെ കാലടിയിലുള്ള ഒരു സ്വകാര്യ ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവും ഗവൺമെൻറ് സർവീസിൽ തന്നെയായിരുന്നു, പോലീസാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇവർ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് ഈ തിരുവനന്തപുരത്ത് നിന്ന് മാറി എറണാകുളത്തേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് ഏകദേശം 8 വർഷം മുൻപ് ഈ നെവിൻ ഡാൽവിനും 2017 സിവിൽ സർവീസ് കോച്ചിങ്ങിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരുന്നതൊക്കെ തന്നെ വളരെ അപൂർവമായിരുന്നു. ഒരു വർഷമൊക്കെ കൂടുന്ന ഒരു സമയത്താണ് നെവിൻ ഡാൽവിനൊക്കെ തന്നെ നാട്ടിലെത്തി എറണാകുളത്തെത്തി തന്നെ മാതാപിതാക്കളെ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വർഷം മെയ്യിലാണ് നെവിൻ നാട്ടിലെത്തി മാതാപിതാക്കളെയൊക്കെ തന്നെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇവരുടെ സ്വന്തം സ്ഥലമായ ഇവിടെ തിരുവനന്തപുരം പേയാടുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ തന്നെ ഇവർക്ക് എപ്പോഴും തുടർന്നുള്ള ഒരു ബന്ധം പുലർത്താനൊന്നും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണവാർത്ത അറിഞ്ഞ സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച അവർ മലയാറ്റൂരുള്ള ഇവരുടെ നാട്ടിൽ എറണാകുളം മലയാറ്റൂർ തന്നെയായിരുന്നു ഇവർ. അവിടെ വെച്ചാണ് നെവിൻ്റെ മരണവാർത്തയൊക്കെ തന്നെ നെവിൻ്റെ മാതാപിതാക്കൾ അറിയുന്നത്. ഉടൻ തന്നെ നെവിൻ്റെ മാതാവിന് ഈ ദേഹാസ്വസ്ഥ്യമുണ്ടായ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അവിടെ ആശുപത്രിയിൽ നിന്നൊക്കെ തന്നെ ഇവരുടെ കുടുംബം ഇപ്പോൾ തിരുവനന്തപുരം ഈ പേയാടുള്ള ഇവരുടെ വസതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു താമസമുണ്ട്. നമുക്കറിയാം ഈ ഒരു മൃതദേഹം, അതായത് വെള്ളക്കെട്ടിൽ അകപ്പെട്ടാണ് ഈ നെവിൻ ഡാൽവിന് മരണം സംഭവിക്കുന്ന അഴുക്കുചാലിൽ നിന്ന് ഈ ഏറ്റവും ഒടുവിലത്തെ ബേസ്മെൻറ്റ് ഫ്ലോറിൽ സമയം അടിവശത്തായിട്ടുള്ള ഡ്രെയിനേജിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം ഈ ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് കയറുകയും ലൈബ്രറി പ്രവർത്തിച്ചിരുന്ന ഭാഗത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെ ഈ ഒരു അപകടത്തിൽപ്പെട്ട് മരണം സംഭവിക്കുന്നത് 3 പേർക്കാണ് മരണം സംഭവിച്ചത്. ഇവരൊക്കെ തന്നെ ഈ ഒരു ബേസ്മെൻറ്റ് ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ അകപ്പെട്ടുള്ള ഒരു മരണം കൂടി സംഭവിച്ചതുകൊണ്ട് ഈ മൃതദേഹം സൂക്ഷിക്കുന്നതിന് വേണ്ടി, അതായത് ഏറെ നാൾ ഈ ഒരു മൃതദേഹം ഏറെ സമയം പുറത്ത് വയ്ക്കുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ച മൃതദേഹം ഇപ്പോൾ നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ രാവിലെയോട് കൂടി തന്നെ മറ്റു ബന്ധുക്കളൊക്കെ തന്നെ ഇവരുടെ ഈ വീട്ടിൽ, തിരുവനന്തപുരത്തുള്ള ഈ വീട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ തന്നെ മറ്റു വേണ്ടപ്പെട്ടവരും ഈ ഇവരുടെ പേയാടുള്ള വീട്ടിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും, ഇപ്പോൾ പറയുന്നത് പോലെയാണെങ്കിൽ ഈ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം അതിനുശേഷമായിരിക്കും നാളെ രാവിലെയോട് കൂടി വീട്ടിലേക്ക് കൊണ്ടുപോവുക. എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോയതോടുകൂടി തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒരു മൃതദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റുവാങ്ങിയാണ് ബന്ധുക്കൾക്ക് നൽകിയത്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും ഈ നെവിൻ്റെ ബന്ധുമിത്രാദികളും ഒക്കെ തന്നെ വീട്ടിലെത്തി അവർക്ക് വേണ്ട ഈ നെവിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള ആദരവുകളൊക്കെ തന്നെ അർപ്പിച്ചതിന് ശേഷമായിരിക്കും നെവിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. എന്തായാലും വളരെ വേഗം, അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്ന ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം നാളെ രാവിലെ 9 മണി വരെ ആയിരിക്കും അവിടുത്തെ ആശുപത്രിയിൽ സൂക്ഷിക്കുക. അതിനുശേഷമായിരിക്കും നെവിൻ്റെ പേയാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുക. ഉടൻ തന്നെ ഏകദേശം 2 മണിക്കൂർ വീട്ടിൽ സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ തന്നെ നെവിനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കും. ഇതിന് ശേഷമായിരിക്കും നെവിൻ്റെ മൃതദേഹം സംസ്കരിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പൂജ. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകുന്നത്. നാളെ രാവിലെ 9 മണി വരെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും. അതിനുശേഷമായിരിക്കും വീട്ടിലെത്തിക്കുകയും പിന്നീട് സംസ്കാര ചടങ്ങിലേക്കും പോവുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ദാരുണമായ സംഭവമാണ് ഉണ്ടാകുന്നത്. 10 വർഷം മുൻപാണ് എറണാകുളത്തേക്ക് ഇവർ താമസം മാറുന്നത്. തിരുവനന്തപുരം പേയാടാണ് സ്വന്തം സ്ഥലം. അവിടേക്കാണ് നെവിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്.